ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഹൈ എന്ന് അയച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കോഴി അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഹായ് എന്നൊക്കെ അയച്ച്. ഗേൾസ് കോളേജിലാണ് പഠിക്കുന്നത്. അതിലാത്തൊരാളെ ആള് തപ്പിയത്. ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പൊ ലിനു ഉണ്ട് ആ കൂട്ടത്തിൽ, വേറൊരു പെങ്കൊച്ചുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചു, ലിനുവിന് വേണോ മറ്റേ പെങ്കൊച്ചിന് വേണോ? ഒരു വധുവായിട്ട് നിൽക്കുന്ന ആൾ, വരനായിട്ട് നിൽക്കുന്ന ആളുടെ ദേഹത്ത് കേക്ക് തേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയില്ല. അതിൽ വേറൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയാം, ഓക്കെ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ അതിൽ ഞാൻ പ്രതികരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നോടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചെയ്തിരുന്നെങ്കിൽ പിറ്റേ ദിവസം ആ വ്യക്തി ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും, കൊല്ലാൻ പറ്റുമോ? ഒരു സിനിമയ്ക്ക് പോയി, പ്രേമിസ് നടന്ന സമയത്ത് സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയ സമയത്ത് തിരുവല്ലയിലാണ് സിനിമയ്ക്ക് പോകുന്നത്. അന്ന് പപ്പായുടെ പരിചയത്തിലുള്ള ആരോ കണ്ടു അല്ലേ, അങ്ങനെ അതായത് എന്നെയും ലിനുവിനെയും പക്കയായിട്ട് കണ്ടു എന്നല്ല, ഒരു ഡൗട്ട് അടിച്ചു, ലിനു ആണല്ലോ അത്, ലിനു ഒരു ചെറുക്കനുണ്ടല്ലോ എന്ന് ഡൗട്ട് അടിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനും വല്ല സംഭവം ഉണ്ട്. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു. പിന്നെ സിനിമയ്ക്ക് പോകുന്നത് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ടാണ്. ഞാൻ ടീച്ചിങ്ങിലേക്ക് എന്റെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റാഞ്ഞതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് ടീച്ചർ ആണോ നിങ്ങൾ എത്ര രൂപ കാശ് കൊടുക്കണം. അപ്പൊ എനിക്ക് അത്രയും കാശ് കൊടുക്കാൻ എനിക്കില്ല. പിന്നെ അവർ പിന്നീട് പ്രതികരിച്ച രീതി എന്താണ്, നമ്മൾ ആനകളാണ്, പിന്നെ പട്ടികൾ നിന്ന് കുരക്കും. ഈ ആന എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള ജീവിയാണ്, പക്ഷെ അതിന് മതവിളകുന്നൊരു അവസ്ഥയുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രാന്ത്. ഈ പ്രാന്താകുമ്പോഴാണ് ആന പോലും അറിയാണ്ട് ഓരോ പ്രവൃത്തിയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് എപ്പോഴും പ്രാന്തായിട്ടുണ്ടാവാം. അപ്പോൾ അവർ ആ സമയത്ത് എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞതായിരിക്കാം, ചെയ്തതായിരിക്കാം. ബിഗ് ബോസിൽ പോയതുകൊണ്ട് ആരും എവിടെയും വലിയ ആളാവുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ബിഗ് ബോസിൽ പോയ സിജോയെ എല്ലാവർക്കും അറിയണം, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഓരോ ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ മറക്കും, വേറെ ആൾക്കാർ വരും. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റാ ഫീഡിലായിക്കോട്ടെ, നമ്മുടെ യൂട്യൂബ് ഫീഡിലായിക്കോട്ടെ നിറഞ്ഞു നിന്ന ഒരു പുതു മോഡികളാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സിജോ ചേട്ടൻ, ആന്റലിനു. നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പൊ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീല് മൊത്തം നിങ്ങളുടെ കല്യാണ വീഡിയോസ് ആണ്. കല്യാണത്തിനും റിസപ്ഷനൊക്കെ തിളങ്ങി നിൽക്കുന്ന സിജോ ചേട്ടൻ, ആന്റലിനു. ചേച്ചി എന്ന് വിളിക്കണോ? ഒന്നുമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പൊ സുഖമായിട്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറയൂ, അത് കേൾക്കാനാണ് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണിനൊരു യാത്ര പോയി, കാശ്മീരിൽ പോയി. അവിടുത്തെ യാത്രകളും കാര്യങ്ങളും കാഴ്ചകളും എല്ലാം ഭയങ്കര രസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരു ഫുഡ് പോയിസൺ ഉണ്ടായി. അത് കാശ്മീരിൽ ഫുഡ് കഴിച്ചിട്ടല്ല, തിരിച്ചു വരുന്ന വഴിക്ക് ബാംഗ്ലൂരിൽ ബർഗറും സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ച് അത് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് 2 ദിവസം കിടപ്പായി പോയി. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഹാപ്പി. അല്ല, ഞാൻ ചേട്ടന്റെ വീഡിയോസിൽ കണ്ടപ്പോ നിങ്ങൾ എടുത്തൊരു തീരുമാനം എല്ലാ ദിവസവും വ്ലോഗ് ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്ക് വിശേഷങ്ങൾ ഇവരോട് പറയാത്ത വിശേഷങ്ങൾ പറയണം. അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് നല്ല കടബാധ്യതയുണ്ട്, അത് തീർക്കണം എനിക്ക്. പക്ഷെ ആ തുടങ്ങിയപ്പോ എപ്പോഴും അപ്ഡേഷനിലൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു. അപ്പൊ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നത്? ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞു. നമ്മളിപ്പോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു 3 മിനിറ്റ് ലെങ്ത് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ തുടക്കത്തിൽ നമ്മളിങ്ങനെ ക്യാമറ എടുത്ത് വെക്കാനായിട്ട് 2 സെക്കൻഡ് എടുക്കുമല്ലോ, ആ 2 സെക്കൻഡ് ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്യാമറ താത്തുന്ന 2 സെക്കൻഡ് ഉണ്ടല്ലോ, അതിന്റെ ഇടക്കുള്ളത് ഞാൻ കാണാറില്ലോ. ഞാനതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അറിയത്തുള്ളൂ. എന്റെ വീഡിയോ കാണാറില്ല. ഓ, അത് സേഫാ. ഞാനും അതങ്ങനെയാ. എന്റെ വീഡിയോ എനിക്ക് കുറച്ച് മടുപ്പാ കാണാനായിട്ട്, എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാനത് കാണാറില്ല. എനിക്കൊരു ചമ്മലാട്ടോ. വേറെ ആൾക്കാരുടെ വീഡിയോ എനിക്ക് കാണാൻ ഭയങ്കര രസമാണ് എനിക്ക്. പക്ഷെ എന്നെ തന്നെ കാണുമ്പോ ഒരു ചെറിയ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇത്തിരി ചമ്മല. ഞാൻ കല്യാണം കഴിച്ചല്ലോ. ഞങ്ങളുടെ കൂടി ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞായിരുന്നു, എനിക്കിപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞാലും ഞാൻ സിംഗിൾ ആണെന്ന് പറയുമ്പോൾ എനിക്ക് രസമായിരുന്നല്ലോ. എന്റെ ഭാര്യ മാറിയോ
ഇത്രയൊക്കെ വളർന്നോ എന്നൊക്കെ. പ്രണയം കാലഘട്ടം ഉണ്ട് ഈ 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, വിവാഹത്തിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. അപ്പൊ കിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് ദിവസമായി, ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സ് പ്ലസ് ആയോ? 20 days ആയിട്ടില്ല. ഇല്ല, ഒരു ഒരു 15 days ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പെക്ടേഷനിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്ത് തോന്നി? അതിനകത്ത് നമ്മള് കല്യാണത്തിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയുമല്ലോ, കല്യാണം കഴിയുമ്പോ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഞാനും പറയുമായിരുന്നേ, കല്യാണം കഴിയുമ്പോ എല്ലാം ഭയങ്കര ഈസി ആയിരിക്കും, ഭയങ്കര നമ്മളൊന്നും വഴക്കുണ്ടാവത്തില്ല. കാരണം മാറി നിൽക്കുമ്പോഴാണല്ലോ വഴക്കുണ്ടാവുക. കാരണം ഞാൻ എപ്പോഴും പറയും, നീ കോട്ടയത്തും ഞാൻ ആലപ്പുഴയിലാണല്ലോ, അപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ, മാക്സിമം കാണാൻ പറ്റുന്ന വീഡിയോ കോൾ വഴിയുള്ള കാഴ്ചയാണ്. അപ്പൊ നേരിട്ട് എല്ലാ പ്രശ്നം തീരുന്നു. പക്ഷെ നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ല. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പക്ഷെ അതിലൊരു രസമുണ്ടല്ലേ, ഭംഗിയുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇപ്പൊ പ്രണയിച്ച് കിട്ടി 6 ഇയേഴ്സ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എങ്ങനെയാണ് ഫസ്റ്റ് ലിനുവിനെ കണ്ടുമുട്ടിയത്? ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പറയണോ? രണ്ടുപേരും കൂടെ പറഞ്ഞു, ചേച്ചിയും കൂടെ സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പറയും ചേച്ചിന്റെ മൈൻഡ് ആക്കിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഞങ്ങള് തമ്മിലേ ഒരു രീതിയിലും കാണാൻ ഒരു എന്താ പറയുക, ഒരു നിർവാഹമില്ലാത്ത രീതിയാണ്. കാരണം കോട്ടയം, ആലപ്പുഴ ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ആദ്യം കണ്ടത് എങ്ങനെയാ? അപ്പോ ഫസ്റ്റ് കാണുന്നത് ചങ്ങനാശ്ശേരിയില് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഞാനൊരു MLM കമ്പനിയിൽ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ MLM കമ്പനി എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു ചില സമയങ്ങളിൽ വലിയ വലിയ പരിപാടീസ് ഒക്കെ നടത്തും. കുറെ ആൾക്കാർ അതിലേക്ക് പിടിച്ചു കയറിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ആൾക്കാർ കുറച്ച് ഗസ്റ്റിനെ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് പരിചിതം വല്ലാത്ത ഒരുപാട് ആൾക്കാരായിരിക്കും അവിടേക്ക് വരിക. അപ്പൊ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനാണ് ആ പ്രോഗ്രാം അന്ന് ഹോസ്റ്റ് ചെയ്തത്. അതിന്റെ പ്ലാൻ ഒരു മാസം ഇത്ര ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി. അന്നും എന്റെ അടുത്ത് ഒരുപോലെ വരുമാനം ഇല്ലെങ്കിലും അന്ന് മറ്റേ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വാടക എടുത്തത് അതൊക്കെ ഇട്ടിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ ഒക്കെ എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കസറുക. അപ്പോ പല ആൾക്കാർ ഗസ്റ്റിനെ കൊണ്ടുവരുന്ന കൂട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളി, എന്റെ ടീമല്ല പുള്ളി, ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നു. ആ ഗസ്റ്റ് ലിനുവിന്റെ പപ്പയായിരുന്നു. അങ്ങനെ ഈ പ്രോഗ്രാം ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് ഗസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മടുത്ത്, അതായത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്നും എനിക്ക് കാശ് കിട്ടത്തില്ലെന്നും ഇത് നിർത്തി വേറെ പണിക്ക് പോകേണ്ട സമയമായെന്നൊക്കെ എനിക്ക് ബോധ്യമായിട്ട് നിൽക്കുക. ഞാൻ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാനാണെന്ന് ഈ പ്രോഗ്രാം പറഞ്ഞ ആള്. അപ്പോ എന്നെ അറിയാവുന്ന വേറൊരു ടീമിലുള്ള പുള്ളി എനിക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് ഇദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കാവോ, കാരണം നീ സംസാരിച്ചു, കാരണം ഞാനുള്ള പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തേ, അപ്പൊ ഞാൻ വലിയ ആളാണെന്ന് കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കില്ല, ഒന്നും അല്ലെങ്കിലും. അപ്പൊ ഒന്ന് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. സംസാരിക്കാമല്ലോ, കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ലിനുവിന്റെ പപ്പ അന്ന് ഇങ്ങനെ പറഞ്ഞു, മോനെ എനിക്കിത് അറിയില്ല, കാരണം എനിക്കിതൊന്നും മനസ്സിലായിട്ട് കൂടിയില്ല. അപ്പൊ പിന്നെയും കൊണ്ടുവന്ന ആളെങ്കിലും നിർബന്ധിച്ചോണ്ടിരിക്കുക, അല്ല സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് വാങ്ങിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോഴത്തേക്കും എൻ്റെ ഷോപ്പിന് അങ്ങോട്ട് വരിക, അവിടെ എൻ്റെ മോളുണ്ടാവും, മോള് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കടയിലോട്ട് പോകുന്നു. ഇവളെ വിളിച്ചു വരുത്തുന്നു. അപ്പൊ ഇവളന്ന് വളരെ ഏജ് കുറഞ്ഞ ആളാണ്, 10-21 വയസ്സേ ഒന്ന് പ്രായമുള്ളൂ. അപ്പൊ ഞാൻ ഈ കാര്യം വിവരിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ അധികം പ്രായമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മളെന്താ വിചാരിക്കുക, പെട്ടെന്ന് വിവരിച്ച് എങ്ങനെയെങ്കിലും ചാക്കിലാക്കി ഈ പരിപാടിയിലേക്ക് ചേർക്കാന്ന് വിചാരിക്കുന്നത്. പുള്ളിക്കാരത്തി ഞാനിത് പറയാനും 2 വർഷം കൊണ്ട് ഞാൻ എന്താണോ മനസ്സിലാക്കിയത്, ഇത് കൊള്ളില്ല, എനിക്ക് പറ്റാത്ത പണിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്കാരത്തി 1/2 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഇത് സിജോനെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊന്നുമല്ല, ഞങ്ങൾക്കും പറ്റില്ല, അവിടെ നിർത്തിപ്പോയാൽ സിജോക്ക് കൊള്ളാം, ഞങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി വളരെ ഡീറ്റെയിൽ അതിനെ പറ്റി സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾ കൊള്ളാം, ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ട് എന്നെ പോലെ അല്ല, എനിക്ക് പിടി കിട്ടി. അപ്പോ എനിക്കിപ്പോ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഇവരെ പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഇത് ചേർക്കുക, അതെനിക്ക് അതിനാവശ്യം എനിക്കില്ല, കാരണം എന്റെ ടീം പോലും അല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ബിസിനസ് ചേർത്ത് പിടിക്കുന്ന കിട്ടാൻ ആളെ ഇങ്ങോട്ട് എടുക്കാം. പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻ അപ്പൊ എനിക്ക് ആളെ പേര് കിട്ടണം. സംസാരിക്കുമ്പോ ലിനു എന്നൊരു പേര് കിട്ടുന്നുണ്ട്. പക്ഷെ ലിനുവിന്റെ അന്ന് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ, ഫേസ്ബുക്ക് ആണെന്ന് കുറച്ച് കൂടുതൽ ആക്റ്റീവ്. അപ്പൊ ഫേസ്ബുക്കിലെ പേര് വേറെ എന്തെങ്കിലും പേരായിരിക്കാം, അല്ലെങ്കിൽ ലിനുവിന്റെ കൂട്ടത്തിലൊരു എന്താണെന്ന് എനിക്ക് അറിയണ്ടേ. അപ്പൊ ഞാനൊരു ഫോം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചേർന്നില്ല ചേരണ്ട, ഇതൊന്ന് ഫില്ല് ചെയ്ത് തന്നേക്ക്, ഫുൾ നെയിം എഴുതി ഫില്ല് ചെയ്ത് തന്നേക്ക്, അപ്പൊ നമുക്ക് ഫുൾ നെയിം എഴുതി. അപ്പൊ ഫുൾ നെയിം എഴുതിയപ്പോ എനിക്ക് ഡൗട്ട്. അപ്പൊ അന്ന് ലിനൂസ് കറിയ അങ്ങനെ എഴുതി. അപ്പൊ ഞാൻ ചോദിച്ചു, സോഷ്യൽ മീഡിയയിൽ ഈ പേര് തന്നെയാണോ എന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു ചോദിച്ചു. അതെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആ ഫോമിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത്, ആ ഫോം കൊണ്ട് മറ്റേ പുള്ളി പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം വിളിച്ചു വരുത്തിയ ആൾ ഫോം കൊണ്ട് പോകും. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചു.
എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഹൈ എന്ന് അയച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കോഴിയായി പോകും. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഹായ് എന്നൊക്കെ അയച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്ത് പിന്നെ പുള്ളിക്കാരത്തിന്റെ പല വിഷയങ്ങളും ഞാൻ ഇടപെടാൻ വേണ്ടി തുടങ്ങി. ഇടപെടുക എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, പുള്ളിക്കാരത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്. എന്റെ ഗ്രൂപ്പ് ഫോട്ടോയുടെ കാര്യമാണ്. അതെ, ഞാൻ ഗേൾസ് കോളേജിലാണ് പഠിക്കുന്നത്. അതിലാത്തൊരാളെ ആള് തപ്പിയത്. ഞാനിങ്ങനെ ഫോട്ടോ കണ്ടു, ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയപ്പോഴത്തേക്കും അപ്പൊ ലിനു ഉണ്ട് ആ കൂട്ടത്തിൽ, വേറൊരു പെങ്കൊച്ചുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ലിനുവിന് വേണോ മറ്റേ പെങ്കൊച്ചിന് വേണോ? പക്ഷെ മറ്റേ കാര്യം ചോദിച്ചാൽ എന്റെ അടുത്ത് ആദ്യം മിണ്ടുന്നേ. കാരണം ഡൗട്ട് അടിക്കാൻ പാടില്ലല്ലോ, ലിനുവിന് നമ്മള് തപ്പി കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലിനുവിനേക്കാൾ കൊള്ളാന്ന് വേറൊരു പെങ്കൊച്ചപ്പുറത്തേക്ക് നല്ലൊക്കെ പോയില്ല കേട്ടോ. പക്ഷെ ലിനുവായിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് ആളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും പിന്നെ ഞാൻ വേറെ ഇതിലേക്ക് പോകില്ല. ആളുടെ പേര് ഇപ്പോഴും പറയുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൂട്ടുകാർ തമ്മിൽ ഭയങ്കര ഇടിയാണ്. ഫോട്ടോ മാറ്റിയതാ ഞാൻ. ആ കൂട്ടുകാർ കല്യാണത്തിന് വന്നിരുന്നു. എന്തായാലും അജ്ജേ അജ്ജേ അതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ ട്വിസ്റ്റിനും വെളിപ്പെടുത്തണ്ട. കല്യാണം മനസ്സമ്മതം കല്യാണം ഉണ്ടല്ലോ. വേണ്ട, കാരണം അറിയോ, ഇനി ആ പെങ്കൊച്ചി അറിഞ്ഞിട്ട് അവർക്ക് സങ്കടമാവണ്ട വെറുതെ. ഓ ശരി, എന്തായാലും മാനിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചെല്ലാം തുടങ്ങി. എപ്പോഴാണ് ഒരു ഇഷ്ടം ഒന്ന് അവതരിപ്പിച്ചത്? എപ്പോഴാണ്? ഇപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്ത് ഇങ്ങനെ വഴിയിൽ എത്തിച്ചോണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഏതൊരു പോയിന്റിലാണ് ലിനുവിനോട് പറയാ, അല്ലെങ്കിൽ ലിനു എന്റെ ഒരു ലൈഫ് പാർട്ട്ണർ ആയ കൊള്ളാം എന്ന് ചേട്ടന് തോന്നിയത്? എനിക്ക് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പരസ്പരം അങ്ങോട്ട് മനസ്സിലായി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഇഷ്ടമുള്ളതാണ് സംസാരിച്ചു തുടങ്ങിയത്. സംസാരിച്ചു തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഇദ്ദേഹം കൊള്ളാം, കല്യാണം കഴിക്കാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ട സമയത്ത് കോട്ടയം ശരണാസിൽ വെച്ചിട്ടാണ് അല്ലേ, ചങ്ങനാശ്ശേരി ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ കണ്ട സമയത്ത് അപ്പൊ ഞാൻ ഇഷ്ടമാണെന്ന് പറയാമെന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അവ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ലിനുവിന് എന്തായാലും എന്നെ ഇഷ്ടമാണ്. അത് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇനി വെറുതെ എനിക്ക് ലിനുവിന് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെണ്ണുങ്ങളാണല്ലോ, വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറകെ നടക്കേണ്ടി വരും. അപ്പൊ പുറകെ നടക്കെന്ന് പറയുമ്പോഴേക്കും ആലോചിച്ച് നോക്കി, ആലപ്പുഴയിൽ നിന്ന് എല്ലാ ദിവസവും ചങ്ങനാശ്ശേരി വണ്ടി ഓടിച്ചു പോയി കണ്ട് സംസാരിച്ച് അപ്പൊ കുറച്ച് മെനക്കേടാവും. അപ്പൊ ഇഷ്ടമാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ പുറകെ നടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ പ്രപ്പോസ് ചെയ്യാൻ നിന്നില്ല, ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇഷ്ടം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കോൺവെർസേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ എന്തായാലും പ്രപ്പോസ് ഒന്നും ചെയ്തില്ല, പക്ഷെ വെഡിങ്ങിലേക്ക് കല്യാണം വരെ കഴിഞ്ഞു. അത് നമ്മള് ബാക്കി നിന്നല്ലേ ചോദിച്ചോണ്ട്. അപ്പൊ കല്യാണം കഴിച്ചാലോ എന്ന് ആദ്യം പറഞ്ഞത്, എന്തായാലും ഇത്രയൊക്കെ ആയി, അന്ന് നമുക്ക് ഇനി കെട്ടാമെന്ന് പറഞ്ഞത് ഏത് സൈഡിൽ നിന്നായിരുന്നു? പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കെട്ടാമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചേട്ടോ. അതായത് ഈ നമ്മളിപ്പോ സാധാരണ എങ്ങനെയാ, ഇഷ്ടമാണെന്ന് പറഞ്ഞ് അല്ലേ, നമുക്കൊരു ക്ലീശ പരിപാടി ഉണ്ടല്ലോ, ഇഷ്ടമാണെന്ന് പറയുക, ഇങ്ങോട്ട് പറയുക, പിന്നെ നമ്മളിങ്ങനെ കുറെ സൊള്ളുക, ഇതൊക്കെയാണല്ലോ. അപ്പൊ സൊള്ളലും പരിപാടീസും പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കല്യാണത്തിന്റെ കാര്യം കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഉറപ്പായി, കെട്ടുമെന്ന് പോലും ഉറപ്പായി. പക്ഷെ അതിന്റെ ചർച്ചകൾ ഇങ്ങനെ ഒരുപാട് ഇപ്പൊ നമുക്ക് എത്ര കുട്ടികൾ വേണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ കല്യാണം, അത് ഒരു സംഭവം ഉണ്ട്. അന്ന് പ്രേമിച്ച് നടന്ന സമയത്ത് തുടക്കത്തില് നമുക്ക് ഭയങ്കര പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര ഇതായിരിക്കും, പെട്ടെന്ന് കെട്ടണം ഇതുണ്ടാവും. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ 2021 അല്ലെ, എത്രയും നവംബർ 2021 നവംബർ 21 തീയതി നമ്മുടെ കല്യാണം. ഞാനിത് പറഞ്ഞു നവംബർ 21. അന്ന് അങ്ങനെ എനിക്ക് എല്ലാ വർഷവും നവംബർ 21 പറയായിരുന്നു. പിന്നെ തൊട്ട് ഞാനിങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞതാ, 2021 നവംബർ 21 നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞു. കാരണം പ്രേമിക്കുമ്പോ പെട്ടെന്ന് കെട്ടുക എന്നുള്ളതാണല്ലോ വിചാരിക്കുക. അപ്പൊ 2021 നവംബർ 21 ആയപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് ഞാനപ്പോ ആലോചിച്ച്, കെട്ടണമെന്നുണ്ടെങ്കിൽ 10 രൂപ കൈ വേണമല്ലോ. അന്ന് എന്റെ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 2021 3G ആയി, അപ്പൊ നടക്കില്ല. അപ്പൊ 2022 നവംബർ 21 അന്ന് ഞാൻ പറഞ്ഞു, അപ്പോഴും നടന്നില്ല. പിന്നെ 23 പറഞ്ഞു, 24 പറഞ്ഞ്, ലാസ്റ്റ് 25 ഞാൻ നവംബറിലോട്ട് മാറ്റണോ അല്ലെങ്കിൽ ജൂൺ 2024 അല്ല 2025 നവംബർ ആക്കട്ടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചായിരുന്നു. സെപ്റ്റംബർ 8 2024 മനസ്സമ്മതം കഴിഞ്ഞിട്ട് വിട്ടുകൊടുക്കാൻ ഇനി ഞാൻ വീണ്ടും ഒരു ധ്യാനം കൂടണം. ഈ ദമ്പതി ധ്യാനം കൂടണമല്ലോ, 6 മാസം വാലിഡിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ
ജാനുവരിയിൽ തന്നെ ആ ധ്യാനം അങ്ങനെ മടുപ്പാവുകൊണ്ട് പറ്റില്ല. വീട്ടിൽ എങ്ങനെ ലീനു പ്രസന്റ് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു വെഡിങ് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും? അച്ഛൻ കഴിഞ്ഞ ഡിസംബർ ഞാൻ ബി ബി പോകുന്നതിന് മുന്നേ അപ്പോഴാണ് വീട്ടുകാരും അറിഞ്ഞത്. അതെ അതെ 2023 അത്ര നാൾ നിങ്ങൾ ഭയങ്കര സീക്രട്ട് ആയിട്ട് തന്നെ. സീക്രട്ട് ആയിട്ട് ഞങ്ങളിപ്പോ ഒരു സിനിമയ്ക്ക് പോയി, പ്രേമിസ് നടന്ന സമയത്ത് സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയ സമയത്ത് തിരുവല്ലയിലാണ് സിനിമയ്ക്ക് പോകുന്നത്. അന്ന് പപ്പായുടെ പരിചയത്തിലുള്ള ആരോ കണ്ടു അല്ലേ, അങ്ങനെ അതായത് എന്നെയും ലീനുവിനെയും പക്കയായിട്ട് കണ്ടു എന്നല്ല, ഒരു ഡൗട്ട് അടിച്ചു. ലീനു ആണല്ലോ അത്, ലീനു കൂടെ ചെറുക്കനുണ്ടല്ലോ ഡൗട്ട് അടിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ വല്ല സംഭവം ഉണ്ട്. അപ്പൊ ഞാനൊന്ന് ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു, ഇപ്പൊ ഇത് വീട്ടിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയില്ല, കാശില്ല, ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഇത് നോ പറയും. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഇത് വീട്ടിൽ അറിയിക്കണ്ട, സമയമായിട്ടില്ല, അതുകൊണ്ട് നീ ഏതെങ്കിലും കൂട്ടുകാരത്തിന്റെ കൂടെയാണ് പോയത് എന്നങ്ങ് പറഞ്ഞു. കാരണം കണ്ട ആൾക്ക് എന്തായാലും വ്യക്തതയില്ല, പപ്പയെ നേരിട്ടല്ല കണ്ടേക്കുന്നത്. അപ്പൊ പിന്നെ എന്തായാലും അപ്പൊ അങ്ങനെ പറയണ നിവർത്തി ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കള്ളത്തരങ്ങ് പറഞ്ഞു വീട്ടില്. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്താ അറിയോ, ആ സിനിമയ്ക്ക് പോകുന്നത് കട്ട് ചെയ്തു. പിന്നെ സിനിമയ്ക്ക് പോകുന്നത് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മള് ഒരു വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ കാണുന്നതാണെങ്കിൽ തന്നെ 2 മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ കാണത്തുള്ളൂ, അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. അല്ലാണ്ട് എപ്പോഴും കാണുക, കാരണം ഇപ്പൊ കണ്ടാൽ തന്നെ ഇപ്പൊ രാവിലെ ഒരു 10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ മാത്രമേ കാണുള്ളൂ. കാരണം ഇവർക്ക് ആ സമയത്ത് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് വലിയ സ്മൂത്ത് ആയിട്ട് ആരെ അറിയിക്കാണ്ട് ഒരു 4-5 വർഷം നമ്മൾ കൊണ്ടുപോയി. പിന്നെ അപ്പൊ കല്യാണം കഴിക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കായി എന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ബാക്കി കാര്യമൊക്കെ ഞാൻ ശരിയായിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവള് വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ എങ്ങനെയാണ് സിജോ ചേട്ടൻ അവതരിപ്പിച്ചത്? ഓൾറെഡി പപ്പയ്ക്ക് അറിയാലോ. ലൈക്ക് അച്ഛൻ എന്നോട് 2023 ജൂൺ ആയപ്പോ എന്നോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു ഓക്കെ നീ സംസാരിക്കുക, നീ തന്നെ ആദ്യം പറ. എന്നിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു ഇങ്ങനെ നിൽക്കുവാ, വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ കാര്യട്ടെ, പപ്പ ഒന്ന് സെറ്റ് ആവട്ടെ, എനിക്ക് കല്യാണമൊക്കെ പപ്പ ആലോചിച്ച് തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഒരു നവംബറൊക്കെ ആയപ്പോൾ പപ്പ എന്നോട് ചോദിച്ചു എങ്ങനെ കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഒന്നും മിണ്ടിയില്ല. നിനക്ക് മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു, അത് നോക്കാന്ന് പറഞ്ഞു. എനിക്ക് ഒരാളുണ്ടെന്ന് പറഞ്ഞു. കിട്ടി ജൻസല്ലേ കയറി പിടിച്ചു. അതില് ഞാനുണ്ട്. ആരാന്ന് ചോദിച്ചു. സിജോ എന്നാ പേര്, യൂട്യൂബറോ എന്ന് വെച്ചാൽ അത്രേ അവർക്കറിയത്തില്ല. യൂട്യൂബർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യമാണ് ആദ്യം വന്നത്. ഞാൻ യൂട്യൂബർ എന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, വേറൊന്നും ജോലിയില്ലെന്ന് ചോദിച്ചു. ടീച്ചറാന്ന് പറഞ്ഞു. എന്താ പിന്നെ ഞാൻ പണിക്ക് പോകത്തെ? അങ്ങനെ ആദ്യത്തെ ഒരു ചോദ്യം. എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ MSc B.Ed മാത്സ് ആർട്സ് സബ്ജക്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതൊന്നും പോരാ, യൂട്യൂബർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു ജോലിയാണോ, അങ്ങനെ ഒരു ടോപ്പിക്കാ പോലെ. ഓക്കെ, എന്നെ വിളിക്കാൻ പറയാം, അവന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോകാം, പിന്നെ നമുക്ക് തീരുമാനിക്കാം, ഞാൻ പോയിട്ട് തീരുമാനിക്കാം. അങ്ങനെ അടുത്ത ദിവസം പപ്പാനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ്, പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബിബി കേറി, ബിഗ് ബോസിൽ കേറി. അത് അല്ല, നമ്മള് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ കയറുന്നതായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ല. അതായത് പപ്പയും മമ്മിയും സിജോന് ഓക്കെയാണ്, കൊള്ളാം എന്ന് പറയുന്ന ആ സമയത്തൊന്നും ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പോലും ബിഗ് ബോസിൽ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ബിഗ് ബോസിന്റെ 2023 നവംബറിൽ നമ്മൾ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കല്യാണം ഏകദേശം ഉറപ്പിച്ചു, കല്യാണം കഴിക്കാന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പോ ആദ്യം തീരുമാനിച്ച 2024 അല്ലേ, നവംബർ 21 അല്ല അതിന് മുന്നേ. എന്റെ പപ്പ ജനുവരി പറഞ്ഞു. കാരണം എന്റെ രണ്ടാമത്തെ സിസ്റ്റർ അപ്പൊ ക്യാരിങ് ആയിരുന്നു. അപ്പൊ അവർക്ക് 4 months കഴിഞ്ഞ ഫ്ലൈറ്റില് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ 10 മാസം കഴിഞ്ഞ് കല്യാണം നീണ്ടു പോകുമല്ലോ. അല്ല, അതിനൊരു സംഭവം ഉണ്ട്. 2024 ജാനുവരി മാസത്തില് കല്യാണം നടത്താന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഞാൻ ഇവിടുത്തെ പറഞ്ഞില്ല ബിഗ് ബോസിൽ പോകുന്ന കാര്യം. കാരണം ഇവിടുത്തെ പറയും ഇപ്പൊ പോണ കല്യാണമാണോ വരുന്നത്, ബിഗ് ബോസ് ആണോ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ നൈസായിട്ട് എന്റെ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ഞാൻ മിണ്ടിയിട്ടില്ല. ഞാനിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ജനുവരി കല്യാണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മാറ്റി വെക്കണമല്ലോ, ബിഗ് ബോസിൽ പോകണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് ലീ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, കാരണം ഇവളെ സിസ്റ്റർ പ്രഗ്നന്റ് ആണല്ലോ. ഞാൻ പറഞ്ഞു ലീക്ക് എന്ത് ബുദ്ധിമുട്ടാ, കാരണം ഒരു അനിയത്തിയാണല്ലോ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യേണ്ടത്. അപ്പൊ അവൾക്കിപ്പോ നിറവറായിട്ടൊക്കെ നിൽക്കുകയല്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവള് പ്രസവമൊക്കെ കഴിഞ്ഞ് അവളുടെ കുട്ടിയൊക്കെ ആയിട്ട് നമുക്ക് അവളൊന്നും കംഫർട്ടബിൾ ആകട്ടെ. അപ്പൊ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് കല്യാണം മാറ്റി. ഞങ്ങളോടല്ലേ ലിയാക്ക് മെസ്സേജ് അയച്ചത്, നീ ഇപ്പൊ ഒന്നും വരല്ലേ, കൺവിൻസ് ചെയ്യുക. ആ ചേച്ചിയോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ബിഗ് ബോസിൽ കിട്ടിയ, ആരോടും പറഞ്ഞില്ല. ഇത്രയും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതായിട്ട് വരുന്നത്. ഇപ്പം ആദ്യം പപ്പയോട് ഇങ്ങനെ പറഞ്ഞപ്പോ യൂട്യൂബറോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ടീച്ചിങ് ഫീൽഡ്, അപ്പൊ നേരിട്ട് കണ്ടപ്പോ പപ്പ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഈ പ്രൊഫഷനും കൂടെ കൊണ്ടുപോകണം? പറഞ്ഞു. അപ്പൊ എന്നെ ആദ്യം കണ്ടപ്പോ എനിക്ക് ചോദിച്ചു എന്താണ് ടീച്ചിങ്ങിലേക്ക് എന്താ പോകാത്തെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചിങ്ങിലേക്ക് എന്റെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റാവുന്നതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു ഗവൺമെന്റ് ടീച്ചർ ആണോ നമ്മൾ എത്ര രൂപ കാശ് കൊടുക്കണം. അപ്പൊ എനിക്ക് അത്രയും കാശ് കൊടുക്കാൻ എനിക്കില്ല. 10-25 ലക്ഷം മിനിമം കൊടുക്കണം. അപ്പൊ അത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും CBSE സ്കൂളിൽ. അപ്പം നമുക്ക് ഭയങ്കര വരുമാനം കുറവാണ്. അപ്പൊ അതും പറ്റില്ല. പിന്നെ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും പഠിപ്പിക്കാം. അപ്പൊ എനിക്ക് മാൽഡീവ്സിലേക്ക് ഒരു ടീച്ചിങ് എനിക്ക് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എന്റെ മാൽഡീവ്സിലെ ഫൈനൽ ഇന്റർവ്യൂവിന്റെ അന്ന് എനിക്ക് കോവിഡ് ആയി. അതിന്റെ 2 ദിവസം മുന്നേ എനിക്ക് കോവിഡ് ആയിട്ട് എനിക്ക് അന്ന് ഞങ്ങളുടെ ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിന്നൊരു സ്കൂളിലേക്ക്, അന്ന് നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ മാറ്റുമായിരുന്നല്ലോ, സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് നെറ്റില്ല, ലാപ്പില്ല, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്നൊരു സാധനം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് എന്റെ ആ ജോലി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഫൈനൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ ഞാൻ ആ സാഹചര്യമൊക്കെ പപ്പടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിച്ചു, പിന്നെ എനിക്കൊരു ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് തിരിച്ചു അതിലേക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അതിലേക്ക് വരാൻ പറ്റാത്തത് എനിക്ക് എന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ മേഖലയിൽ നിൽക്കാനല്ല, എനിക്ക് ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് ഇത് മനസ്സിലായി. കാരണം എനിക്ക് തോന്നുന്നു പപ്പ കുറെ നാളായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ്. അപ്പം പോലെന്നല്ല, എൻ്റെ സ്വന്തം പപ്പയാണ്. അപ്പോൾ പപ്പയ്ക്ക് അത് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ട് പപ്പ പിന്നീട് എൻ്റെ അടുത്ത് ഇതുവരെ ടീച്ചിങ് ഫീൽഡിലേക്ക് എന്തുകൊണ്ട് പോയില്ലെന്ന് ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. നല്ല പപ്പ. വിവാഹം ഇപ്പൊ ഈ ടോപ്പിക് പറഞ്ഞുകൊണ്ട് വെക്കാണ് ഏറ്റവും കൂടുതൽ ഒരു സെൻസേഷനായ ഒരു ന്യൂസും ഒരു പ്രതികരണവും ഒക്കെ നിങ്ങളുടെ വിവാഹത്തിൽ ഉണ്ടായി. നിങ്ങൾ പോലും വിചാരിക്കാതെ ഭയങ്കര ഒരു കമന്റ് പറഞ്ഞിട്ട് പോയി. അതെ. അപ്പൊ ഈ ചിലവരിപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ചില കമന്റ്സിൽ കണ്ടു നോറ ഒരു പ്രവൃത്തി ചെയ്തപ്പോ അല്ലെങ്കിൽ കേക്ക് നിങ്ങളുടെ ആ ഒരു വൈബിൽ ചെയ്തപ്പോ ലിനു ചിരിച്ചില്ല, ലിനുവിന്റെ മുഖം വല്ലാണ്ടായിരിക്കുന്നു, ചിരിച്ചില്ല, എന്തോ അങ്ങനെ കുറെ കമന്റ്സ് കണ്ടു. സത്യത്തിൽ ആ പെട്ടെന്ന് ആ ഒരു ആക്ഷൻ കണ്ടപ്പോ എന്താ തോന്നിയത്? ഷോക്കായി. ഇങ്ങനെ ഒരു സാധനം ഞാൻ എന്നിട്ട് മാറി, ഞാൻ ആദ്യം മാറി, എന്റെ വീണു എന്റെ വശം വീഴത്. അങ്ങനെ എന്റെ പന്ത്രണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പണി, ഒരു റിവെഞ്ച് ഉണ്ട്, ഒരു സ്വീറ്റ് റിവെഞ്ച് ഉണ്ടെന്ന് എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോയി. നോറ ആദ്യം ജയുമായിട്ട് സ്റ്റേജിലേക്ക് വന്ന് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് തോന്നുന്നു ചേട്ടാ ഞാനൊരു റിവെഞ്ച് എടുത്ത് പ്രതികാരം ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയി കേക്കെല്ലാം തേച്ചത്. അപ്പൊ എനിക്കറിയാം ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതെന്താണെന്നുള്ള ഐഡിയ എനിക്കില്ല. പിന്നെ നമ്മുടെ കല്യാണ സമയമല്ലേ, നോറ പോകുന്നു, വേറെ ഗസ്റ്റ് പോകുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ നമ്മള് നോറ എന്താ പറഞ്ഞത് നമ്മള് മറന്നു. പിന്നെ ഇവിടെ എപ്പോഴാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മളിങ്ങനെ ഓർത്തിരിക്കത്തില്ലല്ലോ. പെട്ടെന്ന് വന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അയ്യാ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ആ സമയത്ത് അത് ഞാൻ മാത്രമല്ല സ്റ്റേജിൽ നിന്ന് എല്ലാരും ഞെട്ടി. റിയാക്ഷൻ അങ്ങനെയായിരുന്നു, മൊത്തത്തിൽ ഒരു ഞെട്ടലായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്വീറ്റ് റിവെഞ്ച് ഉണ്ടെന്നോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എന്താ പ്രതികാരം എന്ന രീതിയിലല്ല, ഇത് ഫണ്ണായിട്ട് തന്നെയാണ്. ഞാൻ ഇതിനുമ്പ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ഇപ്പൊ ആ ആക്ട് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ വേറൊരാളുടെ കല്യാണത്തിന് പോയിട്ട് ഞാനോ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി പോയിട്ട് വേറെ ആളുടെ കേക്ക് തേക്കുക, പ്രത്യേകിച്ച് അവിടെ ഒരു വധുവായിട്ട് നിൽക്കുന്ന ആൾ വരനായിട്ട് നിൽക്കുന്ന ആളുടെ ദേഹത്ത് കേക്ക് തേക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് നോറ എൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ നോറയ്ക്കൊരു അറിയാം, സിജോ എന്ന് പറഞ്ഞ വ്യക്തി എടുത്ത് ഞാൻ ഈ കേക്ക് കൊണ്ട് വിവാഹ ദിവസം തേച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മോശമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, അതിന്റെ ഫ്രീഡം ഞങ്ങൾക്കിടയിലുണ്ട്, ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിലുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവളായാലും ജയ ആണെങ്കിലും അത് ചെയ്യുന്നത്. അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് പോയിട്ട് ഞാൻ കേക്ക് തേക്കുക അല്ലെ. ഇപ്പൊ വർഷാവർഷം ബർത്ത്ഡേ ഉണ്ട് ശരിയാണ്. പക്ഷെ ഇപ്പൊ പെൺകുട്ടികളാകുമ്പോ ബർത്ത്ഡേ ദിവസം അവർ ഒരുപാട് ഒരുങ്ങി അല്ലെ, മേക്കപ്പ് ഒക്കെ ചെയ്ത് നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു വെൽ ഡ്രസ്സിൽ പുതിയ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ അത് അവരുടെ ഒരു ബെസ്റ്റ് ടൈമാണ് അല്ലെ. അപ്പൊ ഞാൻ കൊണ്ട് കേക്ക് തേച്ചാൽ അതും തെറ്റാണ്, ഒബിയസ്ലി തെറ്റാണ്. പക്ഷെ അത് ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദമാണ്, എനിക്ക് നോറയ്ക്കിടയിലുള്ള സൗഹൃദമാണ്. ആ സൗഹൃദത്തെ എനിക്കും കംപ്ലൈന്റ് ഇല്ല, നോറയ്ക്കും കംപ്ലൈന്റ് ഇല്ല. പക്ഷെ ആ പ്രവൃത്തി ശരിയാണെന്ന് ഒരിക്കലും ഇപ്പോഴും ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. അതിൽ വേറൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയാം, ഓക്കെ പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷെ അതിൽ ഞാൻ പ്രതികരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, അതായത് എന്നോടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് ചെയ്തെങ്കിൽ പിറ്റേ ദിവസം ആ വ്യക്തി ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇനുമും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും, കൊല്ലാൻ പറ്റുമോ? ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലുക എന്നുള്ളതാണ് അർത്ഥം, വല്ലല്ലോ അതിന്റെ അർത്ഥം. കേക്ക് തേച്ചിന് കൊന്നു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജഭരണമോ അല്ലെങ്കിൽ അവർ രാജാക്കന്മാരോ ഒന്നും അല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ ആ വേ ഓഫ് ടോക്കിംഗ് ആണ് ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. രണ്ടാമത്തെ കാര്യം,
എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള എൻ്റെ ബ്രദറായിട്ടുള്ള സായിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരാൾ ബോഡി ഷെയിം ചെയ്ത്, ആ ബോഡി ഷെയിമിംഗ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആ ബോഡി ഷെയിം ചെയ്ത് കമന്റ് ഇടുമ്പോൾ അതിന്റെ താഴത്ത് വന്നിട്ട് ചിരി പാസ്സാക്കുക. ഒരു വശത്ത് ബോഡി ഷെയിം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, മറുവശത്ത് ഒന്ന് ഉപദേശിക്കുക. ഈ രണ്ട് പരിപാടിയും കൂടെ ചേർത്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് നോറേന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇപ്പൊ നോറനെ ചേർത്ത് പിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ, ഞാനത് ചെയ്തു. അല്ല, ഇപ്പൊ ഈ തുടക്കം ഈ വീഡിയോ പെട്ടെന്ന് അങ്ങ് എല്ലാ മീഡിയസിലൊക്കെ വന്നപ്പോ തന്നെ ഒരുപാട് അറ്റാക്ക് ഞാൻ നോറയെ വിളിച്ചു. ഞാൻ അന്ന് ഈ അറ്റാക്ക് ഉണ്ടായി പല ന്യൂസ് ചാനലിൽ വാർത്ത ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൂടെ അച്ചു ആന്റിയൊക്കെ പറഞ്ഞ് നോറയെ വിളിക്കുക അച്ഛേ, കാരണം നോറയ്ക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള വന്നിരിക്കുകയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. എന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പോൾ എന്റെ ഫോണിനകത്തുണ്ട്. ഞാൻ ചോദിച്ചു മോനെ നീ ഓക്കെ ആണോ? അപ്പോൾ അവള് പറഞ്ഞ് അല്ല തീർച്ചയായിട്ടും ഞാൻ ഓക്കെ അല്ല. എല്ലാരും കൂടെ എന്നെ തെറി വിളിക്കുന്നു. ഭയങ്കര ഡൗൺ ആയി പോയ അന്ന് നോറേണ നീ കണ്ടല്ലേ? കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അപ്പോൾ എല്ലാരും കൂടെ എന്നെ തെറി വിളിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, തെറി വിളിക്കുന്ന ആൾക്കാർ നമുക്ക് എല്ലാവരും തെറി തീർത്താൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മറുപടി കൊടുക്കാം പറയുന്ന ആൾക്കാർ. അപ്പൊ വാച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്ത് നോറ എനിക്ക് തന്ന വാച്ചാണ് സ്റ്റേജിലൊക്കെ വന്ന് ആ വീഡിയോസും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പക്ഷെ പ്രേക്ഷകർ എപ്പോഴും കാണുന്നത് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സൈഡ് കാണുമ്പോഴത്തേനും എല്ലാവരും പ്രതികരിക്കാനായിട്ട്, ഇപ്പത്തെ കാലത്ത് എല്ലാരും പ്രതികരിക്കുന്നത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ചിലവര് ഒന്നും അറിയാണ്ട് ആ ഒരു കട്ട് മാത്രം കണ്ടിട്ട് കുറെ പേര് അങ്ങനെയാണ് കൂടുതലും ഇങ്ങനെ ബാഡ് കമന്റ്സ് അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് അത് ന്യൂസുകാർ വരെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആ ഒരു ദിയ കൃഷ്ണൻ പ്രതികരിച്ചപ്പോ തന്നെ അത് ഭയങ്കര ന്യൂസിലൊക്കെ വന്നു. എനിക്ക് അവരുടെ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പൊ അവർ പ്രതികരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആർക്കും എന്തിനും പ്രതികരിക്കാം. നമ്മുടെ നാട്ടിൽ ആർക്കും എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഈ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് ഒരു കുറച്ച് മാന്യതയാവാം, അല്ല ഒരു മാന്യതയുടെ ഒരു, പിന്നെ അവർ പിന്നീട് പ്രതികരിച്ച രീതി എന്താണ്, നമ്മള് ആനകളാണ്, പിന്നെ പട്ടികൾ നിന്ന് കുരക്കും. ഇതൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ അവരുടെ വിചാരം അവർ ആനയാണെന്നോ. അപ്പം ഞാൻ ഇതിനുമ്പൊരു ഇത് പറഞ്ഞതാണ്, ഈ ആന എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള ജീവിയാണ്, പക്ഷെ അതിന് മതവിളകുന്നൊരു അവസ്ഥയുണ്ട്. മലയാളത്തിൽ പറഞ്ഞ പ്രാന്ത്. ഈ പ്രാന്താകുമ്പോഴാണ് ആന പോലും അറിയാണ്ട് ഓരോ പ്രവൃത്തിയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് എപ്പോഴും പ്രാന്തായിട്ടുണ്ടാവാം. അപ്പൊ അവർ ആ സമയത്ത് എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞതായിരിക്കാം, ചെയ്തതായിരിക്കാം, സായിയോട് ചെയ്തതാണെങ്കിലും അത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട് തീർത്ത് കളയും, കൊന്നു കളയും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പൊ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ സാധാരണക്കാരല്ലേ, അവർ വലിയ വലിയ ആൾക്കാർ. നമ്മൾ അപ്പൊ അതിന്റെ ഒരു അതിർവരമ്പുണ്ടല്ലോ, സാധാരണക്കാരനും രാജാക്കന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് കയറി ഹേർട്ടാവും. പിന്നെ ആ വ്യക്തി പറഞ്ഞത് എന്താ, എനിക്ക് അറിയത്തില്ല എന്ന രീതിയിൽ നമ്മുടെ വിഷയമല്ല, അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ വിഷയമൊന്നുമല്ല. ഇപ്പൊ എന്നെ അറിയണമെന്നോ, ഇപ്പൊ എന്റെ ഐഡന്റിറ്റി എന്താണ്, സിജു എന്ന് പറഞ്ഞ ആള് ബിഗ് ബോസിൽ പോയി. ഒരിക്കലും ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു വാചകമാണ്, ബിഗ് ബോസിൽ പോയതുകൊണ്ട് ആരും എവിടെയും വലിയ ആളാവുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ബിഗ് ബോസിൽ പോയ സിജോയെ എല്ലാവർക്കും അറിയണം, അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഓരോ ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ മറക്കും, വേറെ ആൾക്കാർ വരും, ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ മേഖലയിൽ നല്ലതാണെങ്കിൽ ഓക്കെ ഫൈൻ. അവര് വലിയ വലിയ ആൾക്കാരല്ലേ, അവരിപ്പോ എന്താ പറയണ്ടേ, ജോർജ് ബുഷ് അല്ലെങ്കിൽ എന്താ അങ്ങനെ വല്ല മാർക്ക് സുക്കംബർഗ് എന്നൊക്കെ പറയുന്ന പോലെ പേര് കേട്ട ആൾക്കാരല്ലേ അവര്. അപ്പോൾ അവരെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് നമ്മളെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് അവർ ജനിച്ചപ്പോഴത്തെ അറിയാമല്ലോ, അവർ എത്ര വലിയ പ്രശസ്തമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ജനിച്ച് വീണ സമയം മുതൽ അവർ പോപ്പുലർ അല്ലേ. അപ്പൊ എനിക്ക് അവർ നന്നായിട്ട് അറിയാം. അവർക്ക് നമ്മളറിയത്തില്ലെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ സെൻസേഷനായി ഇങ്ങനെ കുറെ കട്ടിങ്സും കാര്യങ്ങളും ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ വന്നപ്പോ നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതൊരു തമാശക്ക് ഡെയിലി ഇത് ഓരോന്ന് എടുക്കുക, ആഹാ ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചു. ആ ഒരു നിങ്ങളുടെ ഇടയിൽ ഗ്യാങ്ങിൽ എങ്ങനെയാണ് ഇത് പ്രസന്റേഷൻ? ഗ്യാങ്ങില് എന്നെ ജാസ്മിൻ വിളിച്ചു. ചൂടാ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ. അപ്പം കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പൊ തെറ്റാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ട് തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ ചെയ്തത് നോറയും തെറ്റാണ്. പക്ഷെ അത് ഒരു കൊലപാതകമോ ക്രൈമോ കാര്യമൊന്നും അല്ല. ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ലെങ്കിൽ അത് സോൾവ് ആയി പോകേണ്ട, സോർട്ട് ഔട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അതിൽ പിന്നെ വലുതാക്കണ്ട. ഒരാൾ അഭിപ്രായം പറഞ്ഞു, ഓക്കെ ദാറ്റ്സ് ഇറ്റ്, ഓക്കെ. പക്ഷെ അത് പിന്നെയും വലുതാവരുത്. അപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ ഇത്രയും മാസമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ, ഈ അറ്റാക്കിംഗ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണല്ലോ. ഒരു കോർണർ ചെയ്ത് അല്ലെങ്കിൽ PR ടീമിനെ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ സായിയായിട്ട് സംസാരിച്ചു, ജാസ്മിനായിട്ട് സംസാരിച്ചു, ഞങ്ങൾ നോറയെ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു നന്ദന ആയിക്കോട്ടെ, പിന്നെ നമ്മൾ നിഷാന, ഞങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഈ കാര്യത്തിനകത്ത്. സിബിൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണല്ലോ, അത് നമ്മൾ ചെയ്യും. അത് ആർക്കാൻ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് തുറന്നു പറയുകയും അതിൽ മാപ്പ് ചോദിക്കാനൊക്കെ തയ്യാറാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരായാലും, അതിപ്പോ ബിഗ് ബോസിലെ ടീം മാത്രമല്ല,
ഏത് ഏത്? ഇതിനകത്താണെങ്കിലും നമ്മൾ കൂടെ നിൽക്കാന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസകരമായ എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടിരുന്നോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഡിസ്ക് രണ്ടുപേരും അങ്ങനെ ചെയ്തിരുന്നോ? അങ്ങനെ കമന്റ്സ് Comments. ലിനുവിന്റെ ബേസിലുള്ള കമന്റ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ട് കാണിക്കാറുണ്ടാവും. അപ്പൊ ലിനുവിന്റെ പറഞ്ഞപ്പോ ലിനുവിന്റെ പെണ്ണ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലിനു മറ്റേ നോറ അത് എന്ത് ഞാനും വൃത്തികേടാണ് കാണിച്ചത്. ഞാനും അത് കുറെ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ ഒരു കമന്റിന് ഇങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഇവനിക്ക് ആരാ പറഞ്ഞ പ്രശ്നമാണെന്ന് എനിക്ക് പ്രശ്നമില്ലല്ലോ, എന്റെ ഭർത്താവിന് തേച്ച് കേക്ക് തേച്ചില്ല എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആർക്കാ പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞു.